ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? നമുക്കറിയാമല്ലോ, ഭയങ്കര മഴയാണ്. കഴിവതും എല്ലാവരും സുരക്ഷിതമായിട്ടിരിക്കുക. ഇന്നത്തെ നമ്മുടെ ഐറ്റം ചൂട് ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളി പെരട്ടാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ചപ്പാത്തിയുടെ കൂടെയൊക്കെ വേണമെങ്കിൽ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഒരല്പം എരിവോട് കൂടിയാണ് ഞാനത് ചെയ്യുന്നത്. സമയം കളയാതെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതേപോലെ ചട്ടി എടുത്തിട്ട് ഒരു 350-400 ഗ്രാം അടുത്ത് ഉള്ളിയുണ്ട്, കൊച്ചുള്ളി. ആ ഉള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒരു 3 പച്ചമുളക് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പ് പൊടി, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുകയാണ്. പച്ചവെള്ളമാണ് ഞാൻ ഒഴിക്കുന്ന കാര്യം, ഉള്ളി ഒന്ന് വേകാൻ വേണ്ടിയുള്ളത്. ഇതേപോലെ ഒന്ന് നിരന്ന് കിടന്നാൽ മതി. ഈ വെള്ളത്തിൻ്റെ അകത്ത് വേണം നമുക്ക് ആ ഉള്ളി ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് അടുപ്പൊന്ന് കത്തിക്കാം. ഇത് അടുപ്പത്തോട്ട് നോക്കാം. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞു പോകണ്ട, മൂടി വെക്കുകയാണ്. അത് വേകുന്ന സമയം നമുക്ക് കുറച്ച് വാളംപുളി, ഒരു നെല്ലിക്കയുടെ അത്രയും വാളംപുളി, കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് ഈ വാളംപുളി ഒന്ന് കുതിർക്കാൻ വേണ്ടി വെക്കാം. ഏകദേശം 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും തുറന്നു പോകാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് വെന്ത് അങ്ങ് പോകണ്ട. ഇതിൻ്റെ ഈ ഒരു പരുവം, ഈ ഒരു പരുവത്തിൽ റെഡിയാക്കി അങ്ങോട്ട് മാറ്റി വെക്കാം, താഴോട്ട് വെക്കാം. ഇനി ഇത് വിട്ടിരിക്കട്ടെ. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടിയോ ഒരു കടായോ അതുമല്ല മൺചട്ടി ആണേലും മതി, അടുപ്പത്തോട്ടൊന്ന് വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഒരല്പം കടുകൊന്ന് ഇട്ട് കൊടുക്കുക. കടുകൊന്ന് പൊട്ടി വരുമ്പം ഇതേപോലെ ഒരു നുള്ള് ഉലുവായും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കും. ഇതേപോലെ അപ്പോൾ കടുകും ഉലുവായൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, അതായത് നല്ല ജീരകം, അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിനകത്തോട്ട് ഒരു 5-8 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ഇതുകൂടെ എൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുക. ഇനി എന്താ ഇളക്കി ഒരല്പം കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ നല്ലപോലെ ഇളക്കി ഇതൊന്ന് മൂപ്പിച്ചെടുക്കും. ചെറിയ തീയിൽ വേണം നമുക്കത് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഇനി നമുക്കിതിനകത്തോട്ട് പൊടികളൊക്കെ ഇട്ട് കൊടുക്കും. ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് ചതച്ചത് അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ നേരത്തെ ഉലുവ ഇട്ടാണ്, ഒരു അല്പം ഉലുവ പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ടു. ഒരുപാട് വേണ്ട, ഇതേപോലെ ഒരു നുള്ള്. ഇനി നമുക്ക് കുറച്ച് കായപ്പൊടി. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ആ പുളിവെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. പുളിവെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കും. ഇനി നമുക്ക് ഒരു നുള്ള് ഉപ്പ് പൊടിയും കൂടെ ഈ ഗ്രേവിക്ക് ആവശ്യമുണ്ട്, അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ആ ഉപ്പ് പൊടിയും കൂടെ ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഒരല്പം എരിവോട് കൂടിയുള്ള ഒരു കറിയാണിത്. അതുകൊണ്ട് ഞാൻ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കണം. നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളക് പൊടി. എരിവ് വേണ്ടാത്തവർക്ക് കുരുമുളകൊന്നും ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ. ചതച്ച കുരുമുളക് ഇട്ടതിന് ശേഷം ഇതിൻ്റെ അകത്തോട്ട് നമുക്കൊരല്പം മധുരം വേണം. ശർക്കരപ്പൊടി, അതായത് ഈ കല്ലും മണ്ണൊന്നും ഇല്ലാത്ത ശർക്കരയാണ്, സൂപ്പർ മാർക്കറ്റിലൊക്കെ മേടിക്കാൻ കിട്ടും. അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു 1.5 ടീസ്പൂൺ ശർക്കരപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുത്ത് ഈ മഴ സമയത്ത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഈ ഉള്ളി പച്ചമുളകൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് അത് ഇതിൻ്റെ അകത്തോട്ട് ഒന്ന് ഒഴിക്കുക. ഈ വെള്ളവും കൂടെ കൂട്ടി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പം നമ്മൾ ആ വെന്ത ഉള്ളിയൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനിയൊന്ന് ഇളക്കി കൊടുക്കും. ഒരല്പസമയം ഈ അടുപ്പത്തൊന്നും ഇരിക്കട്ടെ. ചെറിയ തീയിൽ വേണം നമുക്കിത് റെഡിയാക്കി എടുക്കാൻ. ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. അല്പസമയം ഒന്ന് തുറന്നിരിക്കട്ടെ. കാര്യം ഈ വെള്ളം ഒന്ന് വറ്റി വരുമ്പോഴത്തേക്കും നമ്മുടെ ഉള്ളിപ്പരട്ട് റെഡിയാവും. ഇപ്പം നമ്മുടെ ഉള്ളിപ്പരട്ട് റെഡി ആയിട്ടുണ്ട്. ഈ മഴക്കാലത്തൊക്കെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം ഇത് കേട്ടോ. കാര്യം 1-2 ദിവസമൊക്കെ ഇത് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. നല്ല രുചികരമായ ഒരു ഉള്ളിപ്പരട്ടാണ്. ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിയതിന് ശേഷം നമുക്ക് ഈ അടുപ്പൊക്കെ നിർത്താം.
ഇതിൽ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരല്പം എരിവോട് കൂടിയാണ് ഇത് ചെയ്യുന്നത്. ഈ കുരുമുളക് പൊടിയൊക്കെ ഇട്ടുകൊണ്ട് നല്ല എരിവുണ്ട്. അപ്പം നിങ്ങൾക്ക് എരിവ് താല്പര്യമില്ലാത്തവർക്ക് അതൊക്കെ ഒന്ന് ഒഴിവാക്കിക്കൊണ്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇതൊന്ന് പാത്രത്തിലോട്ട് മാറ്റാം. കാര്യം ചോറിൻ്റെ ഒക്കെ കൂടാകുമ്പോഴത്തേക്കും വേറെ എരിവുള്ള കറിയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇത് തന്നെ മതി. ഇച്ചിരി ഉള്ളിപ്പരട്ടും റെഡിയാക്കി ഒരു ശകലം ചോറുകൂടെ അങ്ങോട്ടിടും. സമയം ഉച്ചയായി കേട്ടോ, അതുകൊണ്ടാണ് ഈ ഉള്ളിപ്പരട്ട് കൂട്ടിയൊക്കെ ചോറുണ്ണാന്ന് പറഞ്ഞു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം. ഇതേപോലുള്ള കറികളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. വേറെ ഐറ്റം കറിയും വേണ്ട കേട്ടോ, ഇത് മാത്രം മതി. അടിപൊളി. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇഷ്ടപ്പെടും. ഒന്ന് ചെയ്തു നോക്കാം കേട്ടോ. ഇത് പണ്ട് കാലത്തെ ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ, പുതിയൊരു ഐറ്റമൊന്നുമല്ല. പല വീടുകളിലും പല വീട്ടമ്മമാർക്ക് അറിയാവുന്ന ഒരു ഐറ്റം തന്നെയാണ്. പക്ഷേ എന്ത് പറഞ്ഞാലും ശരി, ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് കറികളൊന്നും ഇല്ലെങ്കിലും ഇതിന് എരിവുണ്ട്, പുളിയുണ്ട്, മധുരമുണ്ട്, എല്ലാം കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ഇത്, ഈ ഒരു ഐറ്റം. തീർച്ചയായിട്ടും ചെയ്തു നോക്കുക. പിന്നെ ഇറച്ചി മീനും ഒക്കെ കൂട്ടാത്ത ആൾക്കാരുമുണ്ട് അല്ലേ, അവർക്കൊക്കെ പറ്റും. എല്ലാവർക്കും പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ്. ചൂട് ചോറിൻ്റെ കൂടെ അങ്ങോട്ട് കുഴച്ചടിച്ചു നോക്കി. ഞാൻ എന്തായാലും ഒരു പ്ലേറ്റ് ചോറുണ്ട് ഇത് കൂട്ടി. നിങ്ങൾക്കും ഇത് കൂട്ടി തന്നെ ചോറുണ്ട കേട്ടോ. ഈ ഒരു കാര്യം കൂടെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വേറെ വീഡിയോയുടെ പെട്ടെന്ന് വരാം. ബൈ.